ഷാനി പ്രകാരം പരാതി കൊടുത്തപ്പോൾ നടപടിയുണ്ടായി. നിഷ പുരുഷോത്തമനെതിരെ അതിലും ഭീകരമായ ബുള്ളിങ് ഉണ്ടായി. അവരും പരാതി കൊടുത്തു. നാളിതുവരെ അതിൽ ഒരു നടപടി ഉണ്ടായിട്ടില്ല. അത് ആ പോലീസ് സ്റ്റേഷനിൻ്റെ മേശപ്പുറത്ത് പൊടി പിടിച്ചിരിക്കുക, ആ ചവറ്റോട്ടയിൽ ഇട്ടില്ലെങ്കിൽ. കാരണം ഈ ബുള്ളിങ് നടത്തിയ CPI മറ്റത് വേറെ പാർട്ടിക്കാരായിരുന്നുകൊണ്ട് നടപടിയുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഈ രാജ്യത്ത് ഏത് സംസ്ഥാനത്തും ഇതൊക്കെ തന്നെ സംഭവിക്കും. ഇപ്പോൾ CPI ഭരിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്തു വന്നു. ഈ സോഷ്യൽ മീഡിയ ഏറ്റവും ഭയങ്കരമായിട്ട് ദുരുപയോഗം ചെയ്യുന്നത് ഒന്ന് BJP മറ്റു CPI. കോൺഗ്രസ്സുകാർ നന്മയുള്ളവരോ നല്ലവരായതുകൊണ്ടല്ല, അവർക്ക് സംവിധാനം ഇല്ലാത്തതുകൊണ്ട്, ബുദ്ധി കുറവായതുകൊണ്ടുമാണ്. ഇനി അഥവാ അവർ ചെയ്യുകയാണെങ്കിൽ സ്വന്തം പാർട്ടിക്കാർക്കെതിരായിട്ട് ചെയ്യണം. അതാണ് ഇപ്പോൾ സതീശൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രീകണ്ഠൻ നായർ ഇംഗ്ലീഷിൽ ചാനൽ കൊടുക്കുന്നത് വളരെ നന്നായി. കാരണം 100-200 കൊല്ലം നമ്മളെ അടിമകളാക്കി വെച്ച് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ്. അതിനെനിക്ക് വലിയ സന്തോഷമുണ്ട്. അപ്പൊ ആ സംരംഭത്തെ ഞാൻ ശ്ലാഘിക്കും. പിന്നെ സന്തോഷത്തെ കുറിച്ച് പറയാൻ ഉദ്ദേശിച്ച കാര്യം, ഇപ്പൊ സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞല്ലോ, അദ്ദേഹം എല്ലാ ചാനലുകളും ഏറ്റവും അധികം ചാനലുകൾ കണ്ടുള്ള ആളായിരിക്കും അദ്ദേഹം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ UC കോളേജിലെ 2 പ്രൊഫസർമാർ തമ്മിൽ പണ്ടുണ്ടായ ഒരു സംഭാഷണം, ചരിത്ര രേഖയാണ്. ഹിസ്റ്ററി പ്രൊഫസറായ മാർത്താണ്ഡവർമ്മ സാറിനോട് ഫിസിക്സ് പ്രൊഫസറായിരുന്ന തോമസ് സാറ് പറയുകയാണ്, വർമ്മ സാറേ, ഇന്ന് ചെയ്യാവുന്ന ഒരു ജോലിയും ഞാൻ നാളേക്ക് വെക്കത്തില്ല. വർമ്മ സാറ് പറഞ്ഞു, ഞാനും അതുപോലെ തന്നെ തോമസ് സാറേ, പിന്നെ ഒരു വ്യത്യാസം, നാളേക്ക് വെക്കാവുന്ന ഒരു ജോലി ഞാൻ ഇന്ന് ചെയ്യില്ല. ഇതുപോലെയാണ് ഞാൻ സന്തോഷ് ജോർജ് കുളങ്ങര. പുള്ളി എല്ലാ ചാനലുകളും കാട്ടിരുന്ന ആളാണ്. ഞാനാണെങ്കിൽ ഒരു ചാനൽ കാണാൻ താമസം. എൻ്റെ വീട്ടിൽ TV ഇല്ല.